ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റണ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാനൊരു ബൗളിൽ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇത് രണ്ടെണ്ണമാണ്. ഇത് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ട് എന്താ പറയുക, എല്ലാ ഉരുളക്കിഴങ്ങും നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്ന പോലെ മാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം ചേർക്കുന്നുണ്ട്, പിന്നെ മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മാഗി പൗഡറാണ്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പാത്രത്തിൻ്റെ മൂടിയാണ്. ഇത് വെച്ചിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ബ്രെഡും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഈ സമയത്ത് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ബട്ടനും അമർത്തി തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ മസാല മിക്സ് ബ്രെഡിൻ്റെ മുകളിലേക്ക് നല്ല കനത്തിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മീതേക്ക് നല്ല എരിവുള്ള ഹോട്ട് സോയാ സോസാണ് കേട്ടോ ഞാനിത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മീതേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുക കേട്ടോ. മുകളിൽ മുഴുവൻ പുരട്ടി കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കുക. ഒരു ദോശമാവിൻ്റെ ബാറ്റർ പോലെ ആക്കിയിട്ട് നമുക്കിത് കിട്ടണം. ഇതിലേക്ക് ഞാൻ വീണ്ടും ഹോട്ട് സോയാ സോസ് തന്നെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സ് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക്, ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിൻ്റെ മുകളിലേക്ക് നമ്മളിത് വെച്ച് കൊടുക്കുക. കണ്ടോ, എല്ലാറ്റിൻ്റെ മുകളിലും ഞാനതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വെളുത്ത എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എല്ലാത്തിൻ്റെ മുകളിലും വെളുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേഗം ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഒരു 2-3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു വശം ഫ്രൈ ആവും. 2 വശവും അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. എണ്ണ വാർന്ന് കിട്ടാനായിട്ട് ഒരു പേപ്പറിൽ വെച്ചിട്ട് ഇതിൽ എണ്ണയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റും അതുപോലെ നമ്മുടെ ഒരു ഉരുളക്കിഴങ്ങ് ബോണ്ടയുടെ ടേസ്റ്റും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. മാഗി പൗഡർ ഇടുന്ന കാരണം അടിപൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.